രാഹുൽ ഈശ്വർ, ഒരു കാര്യം കൂടി, ഇപ്പൊ കോടതി കടുപ്പിച്ചിരിക്കുകയാണ്. ഇന്നലെ ബോച്ചെ പുറത്തിറങ്ങിയില്ല. അതിന് ബോച്ചെ നൽകിയ മറുപടി, ഞാൻ മറ്റ് സഹ തടവുകാരോട് സംസാരിക്കുകയായിരുന്നു, അവർക്ക് ചില പ്രശ്നങ്ങളുണ്ട്, പുറത്തിറങ്ങാൻ പണം കൊടുത്ത് സഹായിക്കണം, അപ്പൊ അക്കാര്യങ്ങളെ കുറിച്ച് കുറച്ചുകൂടി സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ ഒരു അസാധാരണ നിലപാടാണ് കോടതി സ്വീകരിച്ചിരിക്കുന്നത്. ഇന്ന് അഭിഭാഷകരോട് ഹാജരാകാൻ പറഞ്ഞിരിക്കുന്നു. ബോച്ചയുടെ ഭാഗത്ത് നിന്ന് കോടതിയോട് ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഈ വിഷയത്തിൽ ചോദ്യം മനസ്സിലായതുകൊണ്ടാണ്, ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ബോച്ചയ്ക്ക് കോടതിയോട് അങ്ങേയറ്റം ബഹുമാനമാണ്. അതുകൊണ്ടാണ് ഇത്ര സെൻസിറ്റീവും കോൺട്രവേഴ്ഷ്യലുമായ ഒരു കേസിൽ ബോച്ചെ താൻ ചെയ്തത് തെറ്റാണെന്ന് കോടതിയിൽ ഏറ്റുപറഞ്ഞത്. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. വേണമെങ്കിൽ ബോച്ചയ്ക്ക് ന്യായീകരിക്കാനായി ഒരു സാങ്കേതിക വാദം പറയാമായിരുന്നു. ആ വാദം എന്ന് പറയുന്നത്, ഞാൻ കുന്തി ദേവി മഹാഭാരതത്തിലെ സീരിയലിലെ നടിയോട് ഇവരെ ഉപമിച്ചതാണെന്ന്. അങ്ങനെ ചില ആൾക്കാർ ബോച്ചയെ ന്യായീകരിക്കാൻ പറയുന്നുണ്ട്. പക്ഷേ ബോച്ചെ പോലും അത് പറഞ്ഞില്ല. അതായത് ഷഫാഖ് നാസ് എന്നൊരു നടിയുണ്ട്, നിങ്ങൾക്ക് ഗൂഗിളിൽ ഇപ്പോൾ സെർച്ച് ചെയ്താൽ കാണാൻ കഴിയും. ഷഫാഖ് നാസിന്റെ രൂപസാദൃശ്യമാണ് ഹണി റോസിൻ എന്നാണ് താൻ പറഞ്ഞതെന്ന് വേണമെങ്കിൽ ബോച്ചയ്ക്ക് പറയാമായിരുന്നു. ബോച്ചയ്ക്ക് കോടതിയോടുള്ള ആദരവും സത്യസന്ധതയും കാരണമാണ് അത് പറഞ്ഞില്ല. താൻ പറഞ്ഞത് തെറ്റായിപ്പോയി. രാമൻപിള്ള സാറിനെ പോലൊരു മുതിർന്ന അഡ്വക്കേറ്റ് പറയുകയാണ്, അദ്ദേഹം പറഞ്ഞത് പൊതുസമൂഹത്തിൽ പറഞ്ഞത് തെറ്റായിപ്പോയി, ശ്രദ്ധിക്കണം. അപ്പം വെറും ഒരു സാങ്കേതിക ന്യായം ബോച്ചയെ വെക്കുന്നില്ല. പകരം ബോച്ചയെ തടവിലേക്ക് എത്തുമ്പോൾ, ഞാൻ ജയിലിൽ കടന്നിട്ടുള്ളതുകൊണ്ട് പറയുകയാണ്, നമ്മൾ ജയിലിൽ പോകുമ്പോഴാണ് അതിന്റെ വേദന മനസ്സിലാക്കുന്നത്. ഒരുപാട് പേരെ ഈ ബെയിലിന്റെ കാശ് കെട്ടിവെക്കാൻ കഴിയാതെ, ആരും സ്വീകരിക്കാനില്ലാതെ ജയിലിനകത്ത് കിടക്കുന്നുണ്ട്. ബെയിലിൽ, അതായത് കാശ് കെട്ടിവെക്കാനില്ലാതെ ഒരുപാട് പേർ ജയിലിൽ കിടക്കുന്നുണ്ട്. അവർക്ക് വേണമെങ്കിൽ ജയിലിന് വെളിയിൽ പോവാം. അപ്പോൾ അങ്ങനെയുള്ള തടവുകാരെ കണ്ടപ്പം ബോച്ചെ ഒന്ന് മൂവ്ഡ് ആയി കാണും. നിങ്ങൾക്കെല്ലാം ഓർമ്മ കാണും, ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ബോച്ചെ ഒരു ദിവസം ജയിലിൽ കിടക്കണമെന്ന് പറഞ്ഞ് എനിക്ക് ജയിലിൽ കിടക്കുന്ന അനുഭവം ഉണ്ടാവണമെന്ന് ജയിലിൽ പോയത്. അപ്പം ബോച്ചെ ജയിലിൽ പോയി യഥാർത്ഥ ജീവിതങ്ങൾ കണ്ടപ്പോൾ അദ്ദേഹത്തിന് ഒരു വേദന തോന്നിക്കാണും. എനിക്ക് അദ്ദേഹത്തോട് അഭ്യർത്ഥിക്കാനുള്ളത്, അങ്ങനെ 5 or 10 തടവുകാരെ കണ്ടെങ്കിൽ അദ്ദേഹം അവരെ കൂടെ ഒന്ന് സ്പോൺസർ ചെയ്യണം. എല്ലാവർക്കും വലിയ കാശൊന്നുമില്ല, 25,000 രൂപ 50,000 രൂപയൊക്കെ ഉണ്ടാവും, അല്ലെങ്കിൽ 1,00,000 രൂപയൊക്കെ ഉണ്ടാവും. അപ്പോൾ ബോച്ചയും ബോച്ചയെ പിന്തുണയ്ക്കുന്ന വലിയൊരു സമൂഹവും, അതേപോലെ ബെയില് കിട്ടി പുറത്തിറങ്ങാൻ കഴിയാതിരിക്കുന്ന, കാശടയ്ക്കാൻ കഴിയാതിരിക്കുന്ന സഹ തടവുകാരെ ഒന്ന് സാമ്പത്തികമായി കൂടി സഹായിച്ച് അവരെ കൂടി വെളിയിലിറക്കാൻ നോക്കണം. കാര്യം അത്തരക്കാരെ സമൂഹം ഒരിക്കലും സപ്പോർട്ട് ചെയ്യില്ല, അത്തരക്കാരെ നമ്മുടെ മാധ്യമങ്ങൾ ഒരിക്കലും സപ്പോർട്ട് ചെയ്യില്ല. പക്ഷെ അവർ മനുഷ്യരാണ്, അവർക്ക് ഒരു സെക്കൻഡ് ചാൻസ് ഉണ്ടാവണം. പക്ഷെ ഇത് കോടതിയെ അപമാനിക്കലിന് തുല്യമാണ് എന്നൊരു രീതി ഇപ്പൊ പല ഭാഗത്തു നിന്നും വരുന്നുണ്ട്. ബോച്ചയുടെ ഭാഗത്തു നിന്നുണ്ടായത് കോടതിയെ കൂടി അപമാനിക്കുന്ന രീതിയിലാണ്. അതുകൊണ്ടാണ് കോടതി ഇത്തരം നിലപാട് കടുപ്പിച്ചുകൊണ്ട് അഭിഭാഷകരോട് തന്നെ ഹാജരാകാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ബോച്ചയുടെ ജാമ്യം റദ്ദാക്കാനുള്ള സാധ്യതയുണ്ട്. ഒരു അഡ്വക്കേറ്റ് കൂടി ആയതുകൊണ്ടാണ് രാഹുൽ ഈശ്വറിനോട് ഈ ഒരു ചോദ്യം ചോദിക്കുന്നത്. അങ്ങനെയല്ല, ഒരിക്കലും ബോച്ചെ കോടതിയെ അപമാനിക്കുകയോ അവഹേളിക്കുകയോ ചെയ്യുന്നില്ല. പുള്ളിയുടെ രീതികൾ കുറച്ചൊരു മാവറിക് ആണ് എന്ന് ഞാൻ നേരത്തെ സൂചിപ്പിക്കുകയുണ്ടായി. അപ്പോൾ ഒരിക്കലും രാമൻപിള്ള സാറിനെ പോലെ മുതിർന്ന ഒരാൾ തന്നെയാണ് അദ്ദേഹത്തിന് വേണ്ടി അപ്പിയർ ചെയ്യുന്നത്. ഹൈക്കോടതിയുടെ നിലപാട് അതുകൊണ്ടാണ്. ഒരിക്കലും കോടതിയുടെ അപ്രിയ നമ്മൾ പിടിച്ചു പറ്റരുത്. പോലീസ് പോലെയല്ല കോടതി, എല്ലാവരെയും സംരക്ഷിക്കുന്ന സംവിധാനമാണ്. പോലീസുകാർ പലപ്പോഴും പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവ് പറയുന്നതിന്റെ ആക്ഷൻസ് എടുക്കേണ്ടി വരുന്നവരാണ്. പക്ഷേ കോടതി അങ്ങനെയല്ല. നമ്മളുടെ എല്ലാവരെയും ഒരു പിതൃമാതൃസ്ഥാനത്ത്, അല്ലെങ്കിൽ ഒരു സമൂഹത്തിന്റെ രക്ഷകർത്താ സ്ഥാനത്തുള്ളവരാണ് കോടതി. അതുകൊണ്ട് ബഹുമാനപ്പെട്ട കോടതി അതിന്റെ സ്പിരിറ്റിൽ ഒരുപക്ഷെ ഇത് എടുക്കുമായിരിക്കും. കോടതി എന്താണ് വിധിന്യായം പറയാൻ പോകുന്നതെന്ന് അറിയില്ല. ഹൈക്കോടതിയിലെ ഏറ്റവും പ്രമുഖനായ ഒരു ജഡ്ജി തന്നെയാണ് ഈ കേസ് കേട്ടത്. അദ്ദേഹം വളരെ റെസ്പെക്റ്റഡുമാണ്, വൈഡ്ലി റെസ്പെക്റ്റഡാ. എന്താ കോടതിയിൽ സമീപനം വരിക എന്നറിയില്ല. പക്ഷേ കോടതിയുടെ അപ്രിയം ഒരു കാരണവശാലും നമ്മൾ ആരും ഏറ്റുവാങ്ങരുത്. ബോച്ചയും ആ കാര്യത്തിൽ മൈൻഡ്ഫുൾ ആവുമെന്ന് തോന്നുന്നു. ബോച്ച ഇതൊന്നും അറിയുന്നില്ലല്ലോ. ബോബി ചെമ്മണ്ണൂർ ജയിലിനകത്ത് കിടക്കുമ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് വെളിയിൽ നടക്കുന്ന സംവാദങ്ങളും തർക്കങ്ങളും ഈ ഇമോഷണലായ പോരാട്ടങ്ങളും ഒന്നും അദ്ദേഹം അറിയുന്നില്ലല്ലോ. അപ്പൊ അദ്ദേഹം ഇതൊന്നും അറിയാതെ തനിക്ക് ജാമ്യം കിട്ടി, എന്നാ ഇവരോട് ഐക്യദാർഢ്യമുണ്ട്, ഞാൻ നാളെ ഇറങ്ങാം അല്ലെങ്കിൽ പിന്നീട് ഇറങ്ങാം എന്ന് വിചാരിച്ചതായിരിക്കാനും സാധ്യത കൂടിയുണ്ട് കേട്ടോ. അത് മറക്കരുത്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾക്ക് ഒരു ബെനിഫിറ്റ് ഓഫ് ദി ഡൗട്ട് ഇത്തരം ആൾക്കാർക്ക് കൊടുക്കണം. 2, എനിക്കും കൂടി മുമ്പ് പറ്റിയിട്ടുള്ള ശരിയല്ലാത്ത കാര്യമായിട്ടാണ് പറയുന്നത്. ഒരു കാരണവശാലും നമ്മൾ കോടതിയെ അപമാനിക്കരുത്. ഈ രാജ്യത്ത് ആരെങ്കിലും വിശ്വസിക്കാമെങ്കിൽ അത് നമ്മുടെ കോടതികളെയാണ്. ഈ രാജ്യത്ത് ഇപ്പോൾ രാഷ്ട്രീയക്കാരെ പൂർണ്ണമായിട്ട് വിശ്വസിക്കാൻ പറ്റില്ല, ബാക്കിയുള്ളവരെ പൂർണ്ണമായിട്ട് വിശ്വസിക്കാൻ പറ്റില്ല. ആരെങ്കിലും വിശ്വസിക്കാമെങ്കിൽ നമുക്കത് കോടതികളെയാണ്. ആ കോടതികൾ 100% പെർഫെക്റ്റ് ആണെന്നല്ല, പക്ഷേ ദൈവം കഴിഞ്ഞ മജിസ്ട്രേറ്റ് ആ നാലങ്കാര്യമായി പറയുന്നത് പോലെ ഏറ്റവും വിശ്വസിക്കാൻ കഴിയും നമ്മുടെ കോടതി സംവിധാനത്തെയാണ്. അതിനെ ആ റെസ്പെക്റ്റോടുകൂടി തന്നെ കാണണം. ഒരു കാരണവശാലും കോടതിയെ പ്രകോപിപ്പിക്കരുത്, കോടതിയുടെ അപ്രിയം പിടിച്ചു പറ്റരുത്. അത് എന്താ പറയുക, ജയിലിൽ കിടക്കുമെന്ന പേടി കൊണ്ട് അല്ല, അത് ശരിയല്ല. കാര്യം കോടതിയാണ് ഈ നാട്ടിലെ ഏറ്റവും വിശ്വാസ്യതയുള്ള സംവിധാനം. ഈ ഒരു ചോദ്യം കൂടി, അവസാനത്തെ ഒരു ചോദ്യം കൂടി ചോദിക്കുകയാണ്.
ബോച്ചയ്ക്ക് അല്ലെങ്കിൽ ബോബി ചെമ്മണ്ണൂരിന് ജാമ്യം റദ്ദാക്കാനുള്ള എന്തെങ്കിലും സാധ്യത കാണുന്നുണ്ടോ ഈ കോടതിയെ? അങ്ങനെ ബോച്ചയുടെ ശത്രുക്കൾ പറയുന്ന കാര്യത്തിൽ സംശയമില്ലല്ലോ. അങ്ങനെ ബോച്ചയുടെ ശത്രുക്കൾ അതിശക്തമായി വാദിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷെ ഒരു നിയമ വിദ്യാർത്ഥി എന്ന നിലയിലും കോടതികളെ അങ്ങേയറ്റം ആദരിക്കുന്ന രീതിയിലും എനിക്ക് കോടതികളോട് വളരെ, പ്രത്യേകിച്ച് ഹൈക്കോടതിയോട്, ആ ബെഞ്ചിൽ തന്നെയാണ് എന്റെ കേസും. ബോച്ചയുടെ കേസ് പരിഗണിക്കുന്ന അതേ ബെഞ്ചിലാണ് എന്റെ കേസും. അതുകൊണ്ട് ഏറ്റവും താഴ്മയെ അഭ്യർത്ഥിക്കാനുള്ളത് ബഹുമാനപ്പെട്ട ജഡ്ജിയോട് അത്തരം കാര്യങ്ങളെ കുറച്ചുകൂടെ കരുണയോടുകൂടി, ഒരു കമ്പാഷനോടുകൂടി ബഹുമാനപ്പെട്ട ജഡ്ജി കാണുമെന്ന് വിശ്വസിക്കുന്നു. എന്റേതടക്കമുള്ള കേസുകളിൽ അങ്ങനെ ഒരു കരുണ ഞാൻ കോടതിയുടെ ഭാഗത്തുനിന്ന്, ഒരു ബാലൻസും കരുണയും ഒക്കെ പ്രതീക്ഷിക്കുന്നുണ്ട്. അതുകൊണ്ട് കോടതിയോട് ആ ഒരു കമ്പാഷൻ ഒരു കുട്ടി തന്റെ മാതാപിതാക്കളോട് ചോദിക്കുന്നത് പോലെ കണ്ട് പറയണമെന്നുള്ളതാണ്. കോടതിയോട് നമുക്ക് മറ്റൊരു കാര്യം പറയാൻ കഴിയില്ല. ആ കരുണ കോടതിക്ക് എല്ലാവരോടും ഉണ്ടാവണമെന്നുള്ളതാണ് അഭ്യർത്ഥന. രണ്ട് കാര്യങ്ങൾ ബോച്ചയുടെ കാര്യത്തിൽ സൂചിപ്പിക്കാനുള്ളത്. ഒന്ന്, ബഹുമാനപ്പെട്ട കോടതിയുടെ വളരെ ബാലൻസ്ഡ് ആയ വെർഡിക്റ്റാണ്. ബാലൻസ്ഡ് എന്ന് പറയുമ്പോൾ കോടതി അതിരൂക്ഷമായിട്ട് ബോച്ചയെ വിമർശിച്ചിട്ടുണ്ട്. സ്റ്റീവ് മെരബോലി എന്ന് പറയുന്ന അമേരിക്കൻ ചിന്തകനെ കോട്ട് ചെയ്തുകൊണ്ടാണ് കോടതി അത് പറഞ്ഞത്. അതെല്ലാം ബഹുമാനിക്കുന്നു. എന്നാൽ കോടതി എടുത്ത ബാലൻസ് എന്താണ്? സന്തുലിതമായ നിലപാടെന്താണ്? ബോച്ചയ്ക്ക് ജാമ്യവും കൊടുക്കണം, എന്നാൽ ഈ രീതിയിൽ സ്ത്രീപക്ഷ സമീപനങ്ങൾ സംരക്ഷിക്കപ്പെടുകയും വേണം. അതേപോലൊരു ബാലൻസ് മാത്രമേ ആൾക്കാർ ചോദിക്കുന്നുള്ളൂ. ബോച്ചയെ 1 വർഷമോ 3 വർഷമോ ജയിലിലിടണം എന്നൊരു മിഥ്യാധാരണയോ എന്നൊരു ധാർഷ്ട്യമോ നമുക്ക് പാടില്ല. അവിടെയാണ് കോടതി എടുത്തിരിക്കുന്ന സമീപനം അങ്ങേയറ്റം ബഹുമാനകരമാണ്. കുഞ്ഞിക്കണ്ണൻ സാറിനെ പോലെ ഒരു വളരെ പ്രമുഖനായ ജഡ്ജി അത് എടുക്കുന്നത് നമുക്കെല്ലാം മാതൃകയാണ്. എന്നാൽ അതോടൊപ്പം ബോച്ച ചെയ്ത നല്ല കാര്യങ്ങളെ എല്ലാം മറക്കാനുമുള്ള ഒരു അവസരമായി നമ്മുടെ ചില ആൾക്കാർ, എല്ലാവരും എന്ന് പറയുന്നില്ല, ചില ആൾക്കാർ എന്നെ കാണുന്നു. അദ്ദേഹത്തെ ചില വളരെ മോശകരമായ പദപ്രയോഗങ്ങൾ കൊണ്ട് അഭിസംബോധന ചെയ്യുന്നു. അങ്ങനെയല്ല. ബോച്ച ചെയ്ത തെറ്റിനെ തെറ്റായി കാണുക, ശരിയെ ശരിയായി കാണുക, തിന്മയെ തിന്മയായി കാണുക, നന്മയെ നന്മയായി കാണുക. ബോച്ചയുടെ 25 വർഷം ഈ ഒരൊറ്റ വാക്കുകൊണ്ട് റദ്ദ് ചെയ്യപ്പെടുന്നില്ല. ഇത്ര മാത്രമേ രാഹുൽ ഈശ്വറിന്റെ നിലപാടുള്ളൂ. ബോച്ചയുടെ കഴിഞ്ഞ 25 വർഷം ഈ ഒരൊറ്റ വാക്ക് പ്രയോഗിച്ചു, അല്ലെങ്കിൽ 2-3 വാക്ക് പ്രയോഗിച്ചു എന്ന കാരണത്താൽ റദ്ദ് ചെയ്യപ്പെടുന്നില്ല. ആ ഒരു മാന്യത അദ്ദേഹത്തോട് കാണിക്കണം. അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്ന 10,000-കണക്കിന് ആൾക്കാരുള്ള, അദ്ദേഹം കാരണം ജീവിതം മെച്ചമായ 1000-കണക്കിന് ആൾക്കാരുള്ള ഒരു പ്രമുഖ ബിസിനസ്സുകാരനാണ്. അദ്ദേഹം എവിടെങ്കിലും ഓടിപ്പോകാനൊന്നും പോകുന്നില്ല. ഇത് കോടതിയും ചോദിച്ചതായിട്ടാണ് അറിയാൻ കഴിഞ്ഞത്. ഒരു മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തില്ല. അതായത് പാസ്പോർട്ട് ബോച്ചയുടെ കാര്യത്തിൽ പറഞ്ഞപ്പോൾ കോടതി ചോദിച്ചു, പുള്ളി എവിടെ ഓടിപ്പോവാനാണ്, ഈ നാട്ടിൽ തന്നെ ഉള്ള ആളല്ലേ? ഒരു മുഖ്യധാരാ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തില്ല. ഞാൻ ഒരു അഡ്വക്കേറ്റിൽ നിന്ന് അറിഞ്ഞതാണ് അവിടെ ഹിയറിംഗിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. എനിക്ക് ഒറ്റ റിക്വസ്റ്റേ ഉള്ളൂ, നമ്മൾ ഇത്ര ഏകപക്ഷീയമാകരുത്. ഞാൻ മുഖ്യധാരാ മാധ്യമങ്ങളെ കുറിച്ചാണ് പറയുന്നത്. നമ്മൾ ഏകപക്ഷീയമായി ബോച്ചയെ ആക്രമിക്കുന്ന ഒരു സമീപനം എടുക്കരുത്. ഹണി റോസിനെ സംരക്ഷിച്ചോളൂ, കുഴപ്പമില്ല. പക്ഷേ ബോച്ചയെ ആക്രമിക്കുന്ന സമീപനം എടുക്കരുത്. ഇനി ഒരു വരി കൂടി സൂചിപ്പിക്കാൻ, എന്റെ കാര്യം കൂടി ആയതുകൊണ്ടാണ്. ഇന്നലെ വനിതാ കമ്മീഷൻ അടക്കം എനിക്കെതിരെ കേസ് എടുക്കണമെന്നും നടപടി എടുക്കണമെന്നും പറയുന്നുണ്ട്. ഓൾറെഡി ഒരു ഇൻവെസ്റ്റിഗേഷൻ നടക്കുകയല്ലേ? അതിന്റെ ഇടയിൽ ഇന്റർഫിയർ ചെയ്യുകയല്ലേ യഥാർത്ഥത്തിൽ വനിതാ കമ്മീഷൻ ചെയ്യുന്നത്? അത് നിയമവിരുദ്ധമല്ലേ? അതായത് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ നിലനിൽക്കുന്ന ഒരു കേസിൽ ഇടപെട്ടുകൊണ്ട് ഇന്ന ആക്ഷൻ എടുക്കണമെന്ന് ഭരണഘടനാ പദവിയിൽ ഇരിക്കുന്ന സതീദേവി മാഡത്തെ പോലെ മുതിർന്ന എല്ലാവരും ആദരിക്കുന്ന ഒരു മുതിർന്ന നേതാവ് പറയുന്നത് യഥാർത്ഥത്തിൽ അന്വേഷണത്തിൽ ഇടപെടലല്ലേ? ഈ തെറ്റുകളൊന്നും ആരും ചൂണ്ടിക്കാണിക്കില്ല. എന്തുകൊണ്ടാണ്? രാഹുൽ ഈശ്വറാണ് ഇപ്പുറത്ത്. നേരെ മറിച്ച് ബോച്ചയെ ആരെങ്കിലും ജയിലിൽ പോയി കണ്ടുവെന്ന് ഹണി റോസിന്റെ സുഹൃത്തുക്കൾ ആരെങ്കിലും ആരോപണം ഉന്നയിച്ചാൽ ഉടനെ അത് വലിയ പ്രശ്നമായി. അപ്പം നമ്മുടെ നാട്ടിൽ നടക്കുന്ന തികച്ചും ഏകപക്ഷീയമായ വൺ സൈഡഡ് ആയ ഈ നറേറ്റീവുകൾക്കെതിരെയുള്ളൊരു പോരാട്ടം കൂടെയാണ്. അതുകൊണ്ടാണ് ഞാൻ സൂചിപ്പിച്ചത്. ഇനിയും ബോച്ചയെയും ഹണി റോസിനെയും തന്നെ മാറ്റിവെക്കാം. നിവിൻ പോളിക്കെതിരെ വ്യാജ പരാതി കൊടുത്ത കുട്ടിയുടെ പരാതി വ്യാജമാണെന്ന് പോലീസ് കണ്ടെത്തി. പോലീസ് ആ വ്യക്തിക്കെതിരെ ഒരു നടപടി എടുത്തോ? FIR ഇട്ടോ? കേസ് എടുത്തോ? അതെന്താ? നിവിൻ പോളിക്കും ഉമ്മൻചാണ്ടി സാറിനും എൽദോസ് കുന്നപ്പള്ളിക്കും കിട്ടാത്ത എന്ത് നീതിയാണ് നമ്മുടെ നാട്ടിലെ സാധാരണക്കാരന് കിട്ടുന്നത്? ഇവരുടെ 3 പേരുടെ പേരിലും ഒരു തെറ്റുമില്ലല്ലോ, എല്ലാവർക്കും ബോധ്യമല്ലേ? അതായത് ഉമ്മൻചാണ്ടി സാറാണെങ്കിലും നിവിൻ പോളി ആണെങ്കിലും എൽദോസ് കുന്നപ്പള്ളി ആണെങ്കിലും അവരുടെ പേരിൽ ഒരു തെറ്റുമില്ലാന്ന് എല്ലാവർക്കും ഉറപ്പാണല്ലോ. അവർക്ക്, അതായത് ഒരാളൊരു മുഖ്യമന്ത്രിയാണ്, ഒരാളൊരു സിനിമാ താരമാണ്, ഒരാളൊരു MLA ആണ്. ഈ പുരുഷന്മാർക്ക് നീതി കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ രാഹുൽ ഈശ്വറിനോ സാധാരണക്കാർക്കോ നീതി കിട്ടുമോ? ഇതും കൂടി നിങ്ങൾ മാധ്യമങ്ങൾ ഒന്ന് ചിന്തിക്കണം. ഏകപക്ഷീയമായി പുരുഷന്മാരെ ആക്രമിക്കുന്ന ഒരു സമീപനം ഉപേക്ഷിക്കണം. സ്ത്രീപക്ഷമായിക്കോളൂ, പക്ഷേ പുരുഷ വിരോധമാണ് പുരോഗമനമെന്ന് തെറ്റിദ്ധരിക്കരുതെന്ന് മാത്രം. അവിടെയാണ് ഞങ്ങൾക്കടക്കം പുരുഷ കമ്മീഷൻ വേണം എന്നൊരു അഭ്യർത്ഥന മുന്നോട്ട് വെക്കുന്നത്. ഈ മെൻസ് കമ്മീഷൻ ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് പോകാൻ ഒരു സ്ഥലമെങ്കിലും ഉണ്ടാവും.